ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ട് തന്നെയാണ് ഗൈസ് വന്നത്. എൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും. ഞാൻ നേരത്തെ എൻ്റെ റൂമെല്ലാം വൃത്തിയാക്കിയിട്ട് ഇനി ഹോളും സിറ്റൗട്ടും ഒക്കെ ക്ലീൻ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സിറ്റൗട്ടിൻ്റെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ. ഭയങ്കര പൊടിയൊക്കെ പിടിച്ച് അതിലേക്ക് വേണ്ടി എല്ലാം ഭയങ്കര ഡാർക്കായിട്ട് കിടക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മളിന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാം ഒരു ക്ലീനിങ് വീഡിയോ ആണ് ഗൈസ് ഇത്. ഇപ്പം ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മളെല്ലാം വൃത്തിയാക്കണമല്ലോ. സോ ഓണം എത്തി ഗൈസ്. ഇനി മറ്റന്നാളോ പിറ്റേ ദിവസം 3 ദിവസം വേണ്ടേ ഉള്ളൂ. അപ്പോൾ അന്നേരത്തേക്കെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി മണ്ടക്കത്തെ കുറച്ചുകൂടെ ഒക്കെ ഉള്ളൂ. ഹോളും പിന്നെ കുറച്ച് തുണിയൊക്കെ ഇടണം, സിറ്റ് ഔട്ടും ഒക്കെ ഉള്ളൂ. ഒക്കെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ തൂത്ത് തുടങ്ങണം ഗൈസ്. അതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്കൊരു കയ്യാളും കൂടെ ഉണ്ട്, എനിക്കൊരു സഹായം ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് അറിയായിരിക്കും വിളിച്ചു കഴിഞ്ഞാൽ. കമോൺ കമോൺ, ദിസ് ഈസ് അല്ലിക്കുട്ടി ഗൈസ്. നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും. പറ, ആരെന്ന് പറ. അല്ലി ഗൈസ്. ഇപ്പം അല്ലി ഉണ്ട് ഈ സഹായത്തിന്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഭയങ്കര പവറിലെല്ലാം ചെയ്യുന്നതാണ്. ഭയങ്കര സൂപ്പർ ആയിരിക്കല്ലേ? അതെ. അപ്പം എന്താണ് ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ പറഞ്ഞോളൂ, എന്താണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്താണ്? കമൻറ്റ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൺ എല്ലാം ചെയ്യണം ഗൈസ്. അല്ലിക്കുട്ടി പറഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കണം. 10 വയസ്സ് നമ്മൾ ഇനി ബാക്കി കാണിക്കാം ഗൈസ്. ഫാൻ വീട്ടില്ല, വിയർത്ത് ഒഴിച്ച് ഇനി ഇതെല്ലാം ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ട് വിയർക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് കാണിക്കാം. അങ്ങനെ ഇതാണ് ഹോൾ. നമുക്ക് ഇതെല്ലാം ഇതിന് എല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇടണം. കാരണം അത് കഴുകാനുള്ളതാണ്. അപ്പോൾ അതെല്ലാം കഴിക്കണം. അതിനകത്ത് ഇട്ടിട്ട് പുതിയത് വിരിച്ചിടണം. ആൻഡ് വേണ്ട നമ്മുടെ ടൂൾസ് ഉണ്ട്. ഇന്നത്തെ ചൂലും മൂപ്പും ഉണ്ട്. നമ്മളത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരിക്കും. കയറി കിടക്കാണ്. ഇതെല്ലാം സെറ്റ് ചെയ്യണം അല്ലേ? ഫാൻ തുടങ്ങല്ലേ? വൈഫൈ എടുക്കൂ. ഫാസ്റ്റ് എന്നാ ഇവിടെ. യെസ്, നമ്മൾ തുണി ഇട്ടിട്ടുണ്ട്. ഇത് ഏതായിരുന്നു? കിക്ക് അല്ലേ? യെസ്. ഇനി അരമണിക്കൂർ ശേഷം തുണികൾ സെറ്റാവും. കമോൺ, ബാക്കി പണികളിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ അങ്കത്തട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നോക്കൂ, ഇത് അന്നൊരു വട്ടം ഇതേപോലെ ഒരു ദിവസം വൃത്തിയാക്കിയിട്ട് വിചാരിച്ചായിരുന്നു എനിക്ക് തൊട്ട് എപ്പോഴും അവിടെ വന്നിരിക്കണം എടുക്കണം എന്നൊക്കെ. പക്ഷേ അതിനുശേഷം പിന്നെ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പൊടി പിടിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങത്തില്ല എപ്പോഴും. സോ അതുകൊണ്ടാണ് ഈ പണി കിട്ടി പോകുന്നത്. നമുക്ക് എന്തൊരു പൊടിയാന്ന് നോക്ക്. കിട്ടിയോ? ശല്യം ഞാൻ തൂത്തുവാരി എടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പൊരി കളയാനായിട്ട്. സോ അവൾ കൊണ്ടുവന്നു. അപ്പോൾ ഇവളിപ്പം പോകും ഗൈസ്. ഇവള് വരെ ഓച്ചറ അങ്ങോട്ട് പോകാൻ പോകുന്നു. അപ്പം ഞാൻ ഒറ്റയാവും. പെട്ടെന്ന് പറഞ്ഞേ. അതെ ഗൈസ്, നമ്മൾ തൂക്കാൻ പോവുകയാണ്. ഹിയർ ബി ഗോ. നമ്മളങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലി അവിടെ നിൽക്കുകയാണ്. അല്ലിക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം അല്ലിക്ക് പൊടി അങ്ങോട്ട് ദഹിക്കത്തില്ല. സോ ഓണമൊക്കെയാണ്. ഇനി ഇറക്കിയിട്ട് ഇനി അടുത്ത ഓണം എന്തിനാണ് വെറുതെ കുളമാക്കുന്നത്? അതുകൊണ്ട് തൂത്തെല്ലാം കഴിഞ്ഞിട്ട് തുടക്കാറാകുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയേക്കാണ്. സോ ഇതുവരെ ഞാൻ ഒറ്റയ്ക്ക് തൂക്കണം ഗൈസ്. പിന്നെ നിങ്ങൾ എന്നെപ്പോലെ പണിയൊക്കെ എടുക്കുന്നവരാണോ? നന്നായിട്ട് ജോലിയൊക്കെ അറിയണം ഗൈസ് വീട്ടിലൊക്കെ കേട്ടോ. അമ്മമാരെ സഹായിക്കണം. ഓക്കെ. അങ്ങനെ നമ്മൾ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. നോക്കൂ, തൂത്തെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി തൂത്ത് വാരി നമ്മൾ കളയണം. പിന്നാണ് തുടയ്ക്കൽ. അല്ലി ദേശിക്കുന്നുണ്ട്. ഞാൻ ഇറക്കത്തില്ലെന്ന് പറഞ്ഞത്, തൂത്ത് കഴിഞ്ഞിട്ട് ഇറക്കത്തില്ലെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു ഇതാണ്. പക്ഷെ നമ്മൾ ഇറക്കാം. ഓക്കെ, ഹാപ്പി? ഹാപ്പിയാണോ? ഹാപ്പി. നമ്മളിത് തൂത്ത് വരാൻ പോവാണ്. ക്യാമറാമാൻ ഉണ്ട് നമ്മുടെ പുറയില്, അലംഗത് അനിൽ. ഓ, പിന്നെ നീ ക്യാമറാമാൻ ഒന്നുള്ള യഥാർത്ഥ ക്യാമറാമാൻ ഒന്നും അല്ലല്ലേ? നീ ക്യാമറമാൻ, നീ എന്റെ ക്യാമറമാൻ. ഓക്കെ, നീ കുറച്ച് പൊടി തരട്ടെ. തുമ്മു. ഓണം പോവും.
ഇപ്പൊ തന്നെ മനുഷ്യന് തുമ്മാൻ വരുന്നു. ഒരു റൗണ്ട് കൊണ്ട് തൂത്തൊന്നും തീരത്തില്ല, 2-3 റൗണ്ട് തൂക്കണം. കാരണം ഓരോ വട്ടം തൂക്കുമ്പോഴും ഓരോ പൊടികൾ, പുതിയ പുതിയ പൊടികൾ വരുന്ന പോലെ തോന്നുന്നു. പക്ഷെ അതേപോലെ പൊടികളുണ്ട്. ഇതെല്ലാം തൂത്ത് ഞാൻ ഒരു വശമാകും. ഞാൻ തൂത്തെല്ലാം കഴിയട്ടെ, എന്നിട്ട് ഞാൻ അടുത്ത കാണിക്കും ഗൈസ്. വെയിറ്റ് ഗൈസ്. അങ്ങനെ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുടയ്ക്കാം. പോയി അതിനകത്ത് വെള്ളമെല്ലാം പിടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് തുടയ്ക്കാം ഗൈസ്. മുക്കൊക്കെ പൊടി കയറിയിട്ടാണ് തോന്നി വല്ലായ്മ. പക്ഷേ നമ്മൾ ഇട്ട് തുടങ്ങത്തില്ല ഗൈസ്, നമുക്ക് സെറ്റ് ചെയ്യാം ഗൈസ്. നമ്മൾ തൂത്ത് ഞങ്ങളുടെ പൊടിയുണ്ട്, കാൽപ്പാടുകൾ വരെ വളരെ വ്യക്തമായി കാണാം. പിന്നെ ഇത് എന്തായിരുന്നു, പേരയ്ക്ക അതിങ്ങോട്ട് കളിച്ച് പോകണ്ട. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വെട്ടി ഒന്ന് സെറ്റ് ചെയ്യണം. ആൻഡ് എന്താ തൂത്തെല്ലാം സെറ്റാക്കി ഇനി തുടച്ച് എല്ലാം സെറ്റാക്കാം. അങ്ങനെ വെള്ളം പിടിച്ച് സെറ്റ് ചെയ്ത് തുടയ്ക്കാൻ ടൈമിൽ തന്നെ അല്ലി പോയിട്ടുണ്ട്. കഷ്ടം. പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ തുടച്ച് കഴിയുമെന്ന് തോന്നുന്നു. ചിലപ്പം നോക്കട്ടെ, ചിലപ്പോൾ പെട്ടെന്ന് വരുവാണെങ്കിൽ അറിയത്തില്ല. അമ്മയുടെ കൂടെ പോയതാണ്. സോ നമ്മളിതാ നമ്മുടെ തുടയ്ക്കുള്ളതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ എല്ലാം തുടച്ച് വെറുതെ ആക്കണം ഗൈസ്. യെസ്, ചെയ്യുമ്പോൾ മതി. ഗൈസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എല്ലാം തുടച്ചിട്ടുണ്ട്. അയ്യോ അപാരം തന്നെ ആയിരുന്നു. ഇനി സെക്കൻഡ് റൗണ്ട് അല്ലി വന്നിട്ടുണ്ട്. അല്ലി അമ്മ പോയിട്ട് വന്ന് അങ്ങനെ നമ്മൾ ഇനി സൈഡിലത്തെ ഇത് തുടയ്ക്കാനായിട്ട് പോകണം. മൊത്തം പൊടിയാണ്. അപ്പോൾ നമ്മൾ തുണി എടുത്തിട്ട് വന്ന് അല്ലിയുണ്ട്, അല്ലിയും തുണിയെടുത്ത് അവിടെ തുടയ്ക്കുകയാണ്. സോ നമ്മളിനി തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ തറവൊന്നുകൂടെ തുടയ്ക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾക്കറിയാത്ത വേറൊരു കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യാളില്ലേ, നമ്മുടെ സഹായി കുട്ടിയൊരു പാട്ടുകാരി കൂടാണ്. അപ്പോൾ നമ്മളൊരു പാട്ട് നമുക്ക് പാടാമെന്ന് ചോദിക്കാം. പാടി തന്നു കഴിഞ്ഞാൽ ഓക്കെ. പാട്ട് പാടുമോ? പാടും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. ചെമ്പരുക്ക തൊട്ടടുത്ത് അമ്പലം പൂട്ടുന്നതാര്, ചെമ്പരത്തി കമ്പു കൊണ്ട് അമ്പു കുലയ്ക്കണതാര്, അങ്ങു തൊട്ടേ ഇങ്ങു തൊട്ടേ അക്കുത്തി കൊത്തഴുവാന, തൂ വെളിച്ചം ചാമി വീണ് മാമനെ ഞാനൊന്നു കണ്ടേ, ചെമ്പമിതിൻ തേൻ തുടങ്ങി പൂങ്കുയിൽ പാടുന്നു കേട്ടെ. സപ്പോർട്ട് അല്ലിയെ സീനാണ്. എല്ലാവരും ക്ലാപ്പ് കൊടുക്കൂ. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. അങ്ങനെ നമ്മൾ എല്ലാം സൈഡിലെല്ലാം കമ്പികളെല്ലാം തുടച്ച് അടിയിലെല്ലാം തുടച്ച് ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ എല്ലാം അഴുക്കുണ്ടായിരുന്നു, അതെല്ലാം തുടച്ച് ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു. എല്ലാം ഞാനും അല്ലിയും കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് അഴുക്ക് വെള്ളം ഉണ്ടോ അതെല്ലാം തുടച്ചതിൻ്റെ വെള്ളമാണത്. സോ ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇനി കാണിച്ചു തരാം. ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇനി മണ്ടയ്ക്കൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ചെയ്തേണ്ടത് ഇത്രയ്ക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഫുൾ സിറ്റ് ഔട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് നീ തിരിച്ചെനിക്ക് എക്കോ അടിക്കുന്നോ? അങ്ങനെ ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്ത് നീ പറഞ്ഞോ പറയടി. നമ്മളങ്ങനെ സിറ്റ് ഔട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാമറയില് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. അത് തന്നെ നോക്കൂ. നേരത്തെ കിടന്നതും ഇപ്പോൾ കിടക്കുന്നതും തമ്മിൽ നോക്കൂ, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ക്ലീൻ ആയില്ലേ? ഇതാണ് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പറ ക്ലീൻ ആക്കി ചെയ്യും. അത്രേ ഉള്ളു, മനസ്സിലല്ലേ? ഇനി നമ്മൾ ഹോളൊന്ന് തുടയ്ക്കണം. അതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മാറി കിടക്കാം അല്ലേ? എലിയൊക്കെ കുഴഞ്ഞ് കേസ് കഷ്ടം. അപ്പം കേസ് ഗൈസ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മോപ്പ് ലാസ്റ്റ് റൂം ക്ലീൻ ചെയ്യുന്നത് ഒടിഞ്ഞു പോയി. അതാണ് ഒക്കെ എടുത്തോണ്ട് വന്നേ, കാണിക്കാനായിട്ട് വന്നതാണ്. എങ്ങനെ തുടച്ചേ? നീ എങ്ങനെ കാണിക്കാൻ പോന്ന്?
അത് ഒടിഞ്ഞ സാധനം ഞാൻ വെച്ച് തറയിലിരുന്ന് തുടച്ച്. അതാണ് സംഭവം കാണിയായിരുന്നത്. അത് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തുടങ്ങണമല്ലോ. നമ്മൾ തുടങ്ങിയാൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണ്ടേ. സോ അത് ചെയ്ത് അതിനിപ്പോ എന്ത്, അതിനിപ്പോ ഒരു കുഴപ്പമില്ല. രസമല്ലേ? അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ, അല്ലാതെ ഒന്നുമല്ല. ഓക്കെ, അപ്പം അട്ട പിടിച്ച് നിന്റെ ദേഹത്തോട്ട് ഇട്ടാണ്. നിന്റെ ദേഹത്തോട്ട് ഇട്ട സാധനം അതിനെ ഇയാള് പേടിച്ച് അലറി. അത് പറയുന്നില്ലേ? അത് പറയുന്നില്ലേ? അപ്പൊ എത്ര കളിയാക്കി നീ ഇട്ടപ്പോ നീ കിടന്ന് കരഞ്ഞില്ലേ? അതും പറയട്ടെ. അത് വേണ്ട, അത് വേണ്ട. ഗൈസ്, ഇത്ര ഉള്ള വീഡിയോ. ഇത് ഇന്നത്തെ ക്ലീനിങ് ഇതായിരുന്നു. അപ്പം അങ്ങനെ വീടിൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഓണത്തിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. അപ്പോൾ എത്ര ഉള്ള ഇന്നത്തെ വീഡിയോ? നമുക്ക് ഒരു ചാനലുണ്ട്, ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ലൈഫ് സ്റ്റൈൽ അതുകൊണ്ട് അധികം കൊടുത്തേക്കാം. അപ്പം അത്ര വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പം നമ്മളിടുന്ന വീഡിയോസ് വരും. അപ്പം അത്ര ഉള്ളേ. ടാറ്റാ.